friends, ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി സ്നാക്സ് ആണ് ഹാഷ് ബ്രൗൺസ്. ഇനി നമുക്ക് അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. അതിനായി ഞാൻ ഇവിടെ 3 മീഡിയം സൈസ് പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് സബോള, 4 അല്ലി വെളുത്തുള്ളി, ഒരു പിടി മല്ലിയില, പിന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് പൊടികള് അരിപ്പൊടി 2 ടേബിൾ സ്പൂൺ, കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ, പിന്നെ മൈദ 2 ടേബിൾ സ്പൂൺ. പിന്നെ നമുക്ക് ചീസ് വേണം. ഇവിടെ മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു 3-4 ടേബിൾ സ്പൂൺ. പിന്നെ മുട്ട, ഒരു വലിയ മുട്ട, ഉപ്പ് ആവശ്യത്തിന്. എന്നാ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ച പൊട്ടറ്റോ ഇനി കുറച്ചു നേരം നമുക്ക് തണുത്ത വെള്ളത്തിൽ ഇട്ട് വെക്കണം. അതിന്റെ സ്റ്റാർച്ച് പോവാൻ വേണ്ടിട്ട് നമ്മൾ ചെയ്തത് ഇങ്ങനെ. ഇത് നമുക്കിത് ഒരു അരിപ്പയ്ക്ക് ഡ്രെയിൻ ചെയ്തിടാം. ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ച പൊട്ടറ്റോ നമുക്ക് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കണം. ഇതിപ്പോ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ലോണം തിളക്കലുണ്ട്. ഇനി നമുക്കിത് ഒരു തുണിയിൽ ഇട്ടിട്ട് നല്ലോണം ഡ്രെയിൻ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലത്തെ കംപ്ലീറ്റ് വെള്ളം പോകുന്നവരെ ഒന്ന് ഡ്രെയിൻ ചെയ്ത് വെക്കാം. ഞാനിപ്പോ ഇത് നല്ലോണം ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ മിക്സ് ഉണ്ടാക്കാം. അതിനായി ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. നല്ലോണം വെള്ളമൊക്കെ പോയി നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച സബോള നമ്മൾ വളരെ ചെറുതായിട്ട്, സബോളയും വെളുത്തുള്ളിയും വളരെ ചെറുതായിട്ട് ഫൈനായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം. അപ്പൊ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാ. സബോള ആഡ് ചെയ്തു, വെളുത്തുള്ളി, മല്ലിയില, ഇനി നമുക്ക് ചീസ് ആഡ് ചെയ്യണം. ഒരു 4 ടേബിൾ സ്പൂൺ ചീസ് ആഡ് ചെയ്ത് എടുക്കാം. നമുക്ക് ഏത് ചീസ് വേണമെങ്കിലും എടുക്കാം, കുഴപ്പമില്ല. ഞാൻ മൊസറല്ല എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എടുത്ത വെച്ച പൊടികള് 2 ടേബിൾ സ്പൂൺ മൈദ, ഇത് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ പെപ്പർ, പിന്നെ ഈ മുട്ട എടുത്ത് കൊടുക്കണം. ഉപ്പ് ആവശ്യത്തിന്. ഇപ്പൊ കുറച്ചുകൂടെ നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പ് ആക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു അലുമിനിയം ഫോയിൽ ഒരു പ്ലേറ്റിൽ ഇങ്ങനെ വിരിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പരത്തുമ്പോൾ ഒട്ടി പിടിക്കാതിരിക്കാനാ ഇങ്ങനെ ഓയിൽ സ്പ്രെഡ് ചെയ്യുന്നത്. അലുമിനിയം ഫോയിൽ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ എന്തായാലും മതി. ഇപ്പൊ രണ്ടും ഇല്ലെങ്കിൽ ജസ്റ്റ് കയ്യിൽ ഇത്തിരി ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഷേപ്പ് ആക്കാം.
നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കാം. ഞാനിപ്പോ ഓവൽ ഷേപ്പിലാക്കുന്ന റൗണ്ടാ അല്ലെങ്കിൽ സ്ക്വയർ എന്തായാലും ആക്കാം, കുഴപ്പമില്ല. നല്ലോണം സൈഡൊക്കെ ഒന്ന് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്കിതുപോലെ എല്ലാം എല്ലാം സെറ്റ് ആക്കിയിട്ട് വരാം. ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഞാൻ ഇവിടെ ഒരു നോൺ സ്റ്റിക്കിന്റെ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. നമുക്കത് ഷാലോ ഫ്രൈ മതി. ഇപ്പോൾ ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനത് മറിച്ചിടുന്നുണ്ട്. 2 സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമ്മളിത് മറിച്ചിട്ട് വേവിക്കണം. അങ്ങോട്ടും ഇതുപോലെ ഗോൾഡൻ കളർ ആവുന്നവരെ 2 സൈഡും തിരിച്ച് മറിച്ചിട്ടിട്ട് വേവിക്കണം. നമ്മള് കഴിയരുത്, ശ്രദ്ധിച്ചോളൂ. അതായത് ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്കിങ്ങനെ ഓരോന്ന് വറുത്തെടുക്കാം. ഇതാ ഞാനിതിപ്പോ മുഴുവനും ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു ക്വാണ്ടിറ്റിയില് 6 ഹാഷ് ബ്രൗൺസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇതെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റ് ഉള്ളൊരു റെസിപ്പിയാ. പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടം, ചെറിയ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് ആയിരിക്കും ഇത്. പ്രത്യേകിച്ച് ചീസൊക്കെ ഇട്ടാൽ വളരെ ഇഷ്ടമാവും പിള്ളേഴ്സിനൊക്കെ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇടാം. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.